ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പെന്തക്കോസ് സഭാ കൂട്ടായ്മകൾ വിട്ട് പോകുന്ന വ്യക്തികളുടെ ചിത്രങ്ങളും അതിനോടുള്ള ബന്ധത്തിലുള്ള ചർച്ചകളും ഒക്കെ നവമാധ്യമങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നൊരു കാര്യമാണ്. എങ്കിലും നമ്മുടെ മുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു വ്യക്തി പെന്തക്കോസ് കൂട്ടായ്മ വിടുമ്പോൾ അത് വലിയ ആഘോഷമായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്. അതിന് കാരണവുമുണ്ട്. പെന്തക്കോസ് സഭയ്ക്കുള്ളിലേക്ക് സമുദായ സഭകളിൽ നിന്ന് ഒഴുകുന്നവരുടെ എണ്ണം ആയിരങ്ങളും പതിനായിരങ്ങളും ചുരുങ്ങുന്നതല്ല. ലോകമെമ്പാടും വളരെ ശക്തമായ നിലയിൽ ഏറ്റവും കൂടുതൽ വളർച്ച ഉള്ള ഒരു സഭ കൂട്ടായ്മയാണ് പെന്തക്കോസ്റ്റൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇതുപോലെ നമ്മൾ ഓരോ ഫോട്ടോകൾ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി തന്നെ ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, മാസങ്ങൾ തന്നെ അതിനുവേണ്ടി വേർതിരിക്കേണ്ടി വരും. എന്നാൽ വല്ലപ്പോഴും മാത്രം പെന്തക്കോസ് കൂട്ടായ്മയിൽ നിന്ന് മറ്റു സമുദായങ്ങളിലോട്ടോ മറ്റു സഭകളിലോട്ടോ മറ്റു മതത്തിലേക്കൊക്കെ ആളുകൾ പോകുമ്പോൾ അത് ആഘോഷമാക്കുന്നവരിൽ അത്ഭുതമില്ല. കാര്യം വല്ലപ്പോഴും നടക്കുന്നൊരു അത്ഭുതം ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പെന്തക്കോസ് കൂട്ടായ്മയുടെ ഉള്ളിലേക്ക് വന്ന് പെന്തക്കോസിൻ്റെ ഭാഗമായി ഇരിക്കുന്ന പല വ്യക്തികളും അവർ വിശ്വാസപരമായിരിക്കുന്ന കാരണത്താലായിരിക്കാം, മറ്റു ചില പ്രശ്നങ്ങളായിരിക്കാം, അവരിൽ പല ആളുകളും പിൻകാലത്ത് ഈ തരത്തിലൊക്കെ പോയവരുണ്ട്. എന്നാൽ ഇങ്ങനെ പോയ വ്യക്തികളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരു സഭ, സംഘടന, മതം, രാഷ്ട്രീയം എന്ന് ചുരുക്കുവാൻ പറ്റുന്നതല്ല. കാരണം ക്രൈസ്തവ വിശ്വാസം, ക്രിസ്തീയ മൂല്യങ്ങളോട് താല്പര്യമില്ലാതെ ഭൗതികവാദം, നാസ്തികവാദം, യുക്തിവാദം, രാഷ്ട്രീയം എന്നാദി വിഷയങ്ങളോട് താല്പര്യപ്പെട്ട് പല വ്യക്തികളും സഭയോടുള്ള ബന്ധത്തിൽ സഹകരിച്ച് പോകാൻ താല്പര്യമില്ലാതെ അവർ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുകയോ സഭാ ആരാധനകൾ ഭാഗമാകാതിരിക്കുകയോ ക്രിസ്തീയ വിശ്വാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തികളും ഇതിൻ്റെ ഇടയിൽ കണ്ടേക്കാം. മറ്റു ചിലരാകട്ടെ അവർ മറ്റു സമുദായങ്ങളിലേക്ക്, പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ സഭകളിലേക്ക്, സമുദായത്തിലേക്ക് തിരിച്ചു പോകുന്നുവെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ഈ തരത്തിലുള്ള വ്യക്തികളുടെയൊക്കെ അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ രസകരമായിരിക്കുന്ന ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയം വൈകാരികമായിരിക്കുന്നതും വളരെ വ്യക്തിപരമായിരിക്കുന്ന വിഷയങ്ങളുടെ വെളിച്ചത്തിലാണ് ഇവരിൽ പലരും പെന്തക്കോസ് കൂട്ടായ്മ വിട്ടു പോകുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, സഭയ്ക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നു. അത് ചിലപ്പോൾ പാസ്റ്ററുമായിട്ടായിരിക്കാം, സഭയിലെ മൂപ്പന്മാരുമായിട്ടായിരിക്കാം, വിശ്വാസികളുമായിട്ടായിരിക്കാം. അത് സമയത്തിനുള്ളിൽ അതിന് ആ കാല ഇളവിൽ തന്നെ അത് പരിഹരിക്കപ്പെടുകയോ അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുവാനുള്ള തീരുമാനവും മനസ്സും ഒരു മുൻകരുതൽ എന്ന നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ടോ ആ പ്രശ്നം പരിഹരിക്കാതെ അത് വീണ്ടും വീണ്ടും അത് ആഞ്ഞടിച്ച് വഷളായി പോകുന്ന സാഹചര്യത്തിൽ പെന്തക്കോസ് കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് പെന്തക്കോസുകാരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അവർ എന്തിനെ എതിർക്കുന്നവോ അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നവോ അതിന് വിപരീതമായ ദിശയിലേക്ക് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ അവരിൽ ഭൂരിപക്ഷം ആളുകൾ വന്നതായിരിക്കുന്ന സമുദായം ഏതാണോ അല്ലെങ്കിൽ വിട്ടുപോകുന്നത് ഏതാണോ അതിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് ഒരു പ്രതിഷേധമായിട്ട് പ്രകടിപ്പിക്കുന്ന വ്യക്തികളുണ്ട്. വ്യക്തിപരമായിരിക്കുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ സഭ വിട്ടു പോകുമ്പോൾ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് ഉപദേശപരമായ വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വളരെയേറെ ചർച്ചകൾ ചെയ്തുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാൻ വേണ്ടി ഏതെങ്കിലും മനസ്സ് കാണിച്ചാൽ പോലും അത് പരിഹാരം ലഭിക്കാതെ പോകുന്നു. കാരണം പ്രാദേശിക സഭയ്ക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്തുനിന്നുള്ള വ്യക്തികൾ വന്ന് അതിലിടപെടുമ്പോൾ അത് ഗുണത്തെക്കാളും ദോഷമുണ്ടാക്കി ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബം ഷാരോൺ ചർച്ചിൽ നിന്ന് അവിടെ പ്രശ്നമുണ്ടാക്കി അതിനുശേഷം അവർ IPCയിലേക്ക് പോകുന്നു. IPCയിൽ ശേഷം പിന്നീട് തിരിച്ചവർ ഷാരോണിലേക്ക് വരികയും ചെയ്യുന്നു. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി സഭകൾ മാറി എവിടെയും അവർക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവർ ആദ്യത്തെ സഭയിൽ നേരിട്ട പ്രശ്നം എന്താണോ അതേ പ്രശ്നം തന്നെ എല്ലായിടത്തും അവർ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തിരിച്ച് ആ കൂട്ടത്തോടുള്ള പ്രതിഷേധമായിട്ട് അവർ പലരും മറ്റ് ചില സഭാ വിശ്വാസത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണാവുന്ന കാര്യം.
യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? സഭയ്ക്കുള്ളിൽ നടക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും, ചെറിയ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ അത് സഭയുടെ നേതൃത്വത്തിൽപ്പെട്ട വ്യക്തികൾ അത് വളരെ ബുദ്ധിപരമായ നിലയിൽ പ്രാർത്ഥനയോടെ അതിനെ പരിഹരിക്കാൻ വേണ്ടി മുമ്പോട്ട് വരിക എന്നുള്ളത് അത് സഭയുടെ ആവശ്യമായി മാറേണ്ടതാണ്. പുകഞ്ഞ കൊള്ളി പുറത്തെന്നുള്ളൊരു ചിന്ത ഒക്കെ മാറ്റിയിട്ട് സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങളൊക്കെ അപ്പോസ്തലന്മാർ എങ്ങനെ പരിഹരിച്ചോ ആ തരത്തിൽ തന്നെ 2024 എത്തിയിരിക്കുന്ന സഭയും ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പഠിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഇതിനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ് ജാതിവാദം. അല്ലെങ്കിൽ ഞങ്ങൾ തോമസ് ലീഹയുടെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരിക്കുന്ന വ്യക്തികളൊക്കെ ഞങ്ങളെ നേരിട്ട് ഞങ്ങളുടെ പൂർവികരെ സ്നാനപ്പെടുത്തിയെന്നും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര യഹൂദന്മാരുമായിട്ട് വളരെ അടുത്ത കണക്ഷൻ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചും കൂടി മറ്റുള്ളവരിൽ നിന്ന് വളരെ ഉയർന്ന ക്രൈസ്തവരാണെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് സാമുദായിക സഭകളിലൊക്കെ ഉള്ള വ്യക്തികളിൽ നല്ലൊരു ശതമാനം പേർക്കും അവരൊരു ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ അവർ അല്പം കൂടി ഉയർന്ന രക്തത്തിൻ്റെ ഉടമയാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പെന്തക്കോസ്ത് സഭയിലേക്ക് കടന്നു വന്ന വ്യക്തികൾ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് മാത്രമല്ല ഈ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നും ധാരാളം പേര് കടന്നു വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് കടന്നു വരുന്ന വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ ഒന്ന് യഹൂദനെന്നോ യൗവനനെന്നോ സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസമില്ല, നമ്മൾ ദൈവമക്കൾ എന്ന കാഴ്ചപ്പാടിലേക്ക് വന്നൊരു വിശ്വാസിയെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ ഈ പറയുന്നത്. എന്നാൽ ഏതെങ്കിലും ചില വിഷയങ്ങളോട് ആകർഷിക്കപ്പെട്ട് കടന്നു വരികയും എന്നാൽ വിട്ടുവന്ന ആ ലോകം വിട്ടുവന്നതായ സമുദായത്തിൻ്റെ ചിന്തകളോട് കൂടെ പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും പുറത്തുനിന്ന് ചില വ്യക്തികൾ ഈ പുതു ക്രിസ്ത്യാനികളെ ചെറിയ മനുഷ്യരായിട്ടോ ജാതിയുടെ പേരിലൊക്കെ വേർതിരിക്കുമ്പോൾ ആ തരത്തിലുള്ള ആളുകളുടെ കൂടെ സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ ഏതെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോൾ വിട്ടിട്ട് അവർക്ക് അംഗീകാരമുള്ള അവരുടെ ഭാവിക്കും അവരുടെ മക്കളുടെയും ഒക്കെ വിവാഹത്തിനും ഒക്കെ ഗുണമുണ്ട് എന്ന് കരുതപ്പെടുന്നതായ അവരുടെ പഴയ ആ ഉയർന്ന ജാതി സെക്റ്റിലേക്ക് പോകാൻ വേണ്ടി താല്പര്യപ്പെട്ട് ആ തരത്തിൽ പോകുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് സഭയ്ക്കുള്ളിൽ എല്ലാവർക്കും അവസരമുണ്ടെന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. പക്ഷേ ചില വ്യക്തികൾക്ക് അവർക്ക് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് പോലെ പ്രത്യേകമായിരിക്കുന്ന കഴിവുകളും പ്രത്യേകമായിരിക്കുന്ന ബുദ്ധികളും ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും. അവരുടെ താല്പര്യങ്ങൾ പലപ്പോഴും നല്ല മനസ്സോടെ തന്നെ ആയിരിക്കും, നല്ല ഉദ്ദേശത്തോടെ തന്നെ പെന്തക്കോസ്ത് സഭയ്ക്ക് ഗുണമുണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം. പക്ഷേ അവരാഗ്രഹിക്കുന്നത് പോലൊരു കാര്യം അവർക്ക് പറയുവാനോ പ്രചരിപ്പിക്കുവാനോ ഒരു അംഗീകാരം നേടിക്കൊടുക്കുവാനോ ഉള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാതെ വരുമ്പോൾ അവരിൽ പല വ്യക്തികൾക്കും മാനസികമായിട്ട് വളരെ മുറിവുകൾ ഉണ്ടാകുകയും ആ മാനസികമായി ഉണ്ടായ ആ മുറിവുകൾ, ആ ഒറ്റപ്പെടൽ, അംഗീകാരം കിട്ടാത്തതിൻ്റെ ആ ഒരു പ്രശ്നം അവരെന്ത് ചെയ്യുന്നു, പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ആ കൂട്ടങ്ങൾ വിട്ടുകൊണ്ട് അവരെ അംഗീകരിക്കുന്നതായ കൂട്ടത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്തായിട്ട് സമുദായ സഭകളിൽ നിന്ന് എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് വളരെയേറെ ആളുകളൊക്കെ ഈ ഇസ്ലാം മുസ്ലിം സമുദായത്തോടുള്ള ബന്ധത്തിൽ ആകർഷിക്കപ്പെടുകയോ യുക്തിവാദികളോടുള്ള ബന്ധത്തിലൊക്കെ ആകർഷിക്കപ്പെട്ട് സമുദായം വിടുന്നൊരു തലം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കും ആ സംഘടനയുടെയും ആ മതത്തിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുന്ന നേതൃത്വത്തിൽപ്പെട്ട ആളുകളൊക്കെ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്, പ്രത്യേകിച്ച് പെന്തക്കോസ് ബ്രദറൻ സഭകളിൽപ്പെട്ട വ്യക്തികളുടെ സഹായം തേടുകയും ആ തരത്തിൽ ഈ പറഞ്ഞ ആളുകളോട് സഹകരിച്ച് പല സെമിനാറുകളും പരിപാടികളൊക്കെ നടത്തി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ അവർക്ക് കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു അംഗീകാരം അവിടെ കിട്ടുകയും ഈ പുരോഹിതന്മാരുമായിട്ടും മറ്റു വ്യക്തികളുമായിട്ടുമൊക്കെ വലിയൊരു അടുപ്പമുണ്ടാകുകയും ചെയ്യുന്ന ഫലമായിട്ട് പല വ്യക്തികളോട് അങ്ങോട്ടൊരു ചായ്വ് ഉണ്ടാകുകയും പതുക്കെ അവരുടെ പ്രൊഡക്റ്റ് കൊടുക്കുവാനും വിൽക്കുവാനും പറ്റുന്നൊരു പ്ലാറ്റ്ഫോം പെന്തക്കോസ്റ്റിനേക്കാളും നല്ലത് അതാണെന്ന് ചിന്തിച്ച് പോകുന്ന വ്യക്തികളുണ്ട്. ഉദാഹരണത്തിന് ഗ്ലോറിയസ് ഗോസ്പിൾ എന്ന് പറയുന്ന ഒരു കൾട്ട് യഥാർത്ഥത്തിൽ ഉപദേശപരമായ വിഷയങ്ങളിലാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും
ഇതെല്ലാം തന്നെ ഒരു മാനസികമായ മുറിവുകളുടെ ഉള്ളിൽ അംഗീകാരം കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ മാറിപ്പോകുന്ന ഒത്തിരി പേരുടെ കൂട്ടത്തിൽ ഇവരെയും കൂടെ എണ്ണാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് മുമ്പോട്ട് വന്നപ്പോൾ ആദ്യം അവർ ചെയ്യുന്ന പെന്തക്കോസ്തുകാരെ ആക്ഷേപിക്കുക, പരിഹസിക്കുക, ചീത്ത വിളിക്കുക, തെറി വിളിക്കുക എന്ന കലാപരിപാടികൾ ഇൻവോൾവ് ആയ വ്യക്തികളായിരുന്നു. അതുകൊണ്ട് തന്നെ സമുദായ സഭകളിൽപ്പെട്ട പുരോഹിതന്മാർക്ക് അത് രസകരമായ ഒരു കാഴ്ചയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയാണെങ്കിലും പെന്തക്കോസ്തുകാരെ ചീത്ത വിളിക്കാൻ ഒരാളെ കിട്ടിയല്ലോ എന്നുള്ളൊരാഘോഷം. അവരുടെയൊക്കെ പ്രോഗ്രാമുകളൊക്കെ പോയിട്ട് വലിയ ട്രോളി തമാശകളൊക്കെ പറഞ്ഞ് കയ്യടിയൊക്കെ വാങ്ങുകയും ചെയ്ത വ്യക്തികൾക്ക് പിൻകാലത്ത് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. യഥാർത്ഥത്തിൽ അവർ വിശ്വസിക്കുന്ന അവരുടെ ഉദാഹരണ ഓർത്തഡോക്സ് സഭ, അല്ലെങ്കിൽ യാക്കോബ സഭ, അല്ലെങ്കിൽ കത്തോലിക്ക സഭ, മർത്തോമ സഭ, ഇങ്ങനെയുള്ള പൗരോഹിത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സഭകളിൽപ്പെട്ട വ്യക്തികൾ, ആ വ്യക്തികൾ യഥാർത്ഥത്തിൽ അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പഠിപ്പിക്കാൻ തുടങ്ങി. യഹോവയെ ചീത്ത വിളിക്കുക, യഹോവ പിശാചാണ്, പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും മറ്റൊരു തലത്തിൽ കാണുക, ഈ തരത്തിലുള്ള പഠിപ്പീരുകളെല്ലാം തന്നെയും അവരുടെ വിശ്വാസത്തിനെതിരെയാകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ തുടങ്ങിയത്. അങ്ങനെ പതുക്കെ പതുക്കെ ഈ പറയപ്പെടുന്ന ഷിബു പീഡിക്കലിനെ പോലുള്ള ഗ്ലോറിയസ് ഗോസ്പൽ എന്ന കൾട്ടിനെ പോലുള്ള വ്യക്തികളെ അവർ പതുക്കെ പതുക്കെ ഗുഡ് ബൈ പറയാൻ തുടങ്ങി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പെന്തക്കോസ് വിട്ടോ എന്ന് ചോദിച്ചാൽ വിടുകയും ചെയ്തു. എന്നാൽ എപ്പിസ്കോപ്പൽ സഭകളിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തിയില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ തരത്തിലുള്ള ആളുകളെ കാണുന്നത്. അപ്പോൾ സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി അവർക്കൊരു പ്ലാറ്റ്ഫോം വേണം. എന്നാൽ അത് ഈ സമുദായ സഭകൾക്കുള്ളിലും അത് നടക്കത്തില്ലെന്നറിയുമ്പോൾ അവരൊരു പാരലലായിട്ട് ഒരു സാൻഡ്വിച്ച് പരുവത്തിന് മറ്റൊരു കൂട്ടായ്മയായിട്ടും മറ്റൊരു സംഘടനയായിട്ടൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് അവരുടേതായ പുത്തൻ ഉപദേശങ്ങളും അതുപോലെ മാർസിയോൻ്റെ കൾട്ട് ദുരുപദേശങ്ങളും ഒക്കെ അവരുടേതായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എപ്പിസ്കോപ്പൽകാരാണെന്ന് പറയുകയും എന്നാൽ എപ്പിസ്കോപ്പൽ സഭകൾ വിശ്വസിക്കുന്ന വിപരീതമായിട്ട് മറ്റൊരു തരത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്, ഒരു ഗതികേടാണ് നമുക്ക് പലപ്പോഴും കാണുന്നത്. ഏറ്റവും അവസാനമായിട്ട് പ്രധാനമായിട്ട് കാണുന്ന ഒരു വിഷയമാണ് ഉപദേശ വിഷയം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പല ആളുകളും പറയാറുണ്ട് ഉപദേശ വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. യഥാർത്ഥത്തിൽ ഞാൻ പല വ്യക്തികളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരിൽ 99.9% ആളുകൾ ഉപദേശ വിഷയത്തോടുള്ള ബന്ധത്തിലല്ല പോയിട്ടുള്ളത്. അവരേതെങ്കിലും തരത്തിൽ എപ്പിസ്കോപ്പൽ സഭകളോട് ചായ്വ് കാണിച്ചിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് അവർക്കുണ്ടായ മുറിവുകളോ വഴക്കോ കലഹമോ അംഗീകാരമോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോട് ബന്ധത്തിൽ ഉണ്ടായ മുറിവുകളുടെ വെളിച്ചത്തിലാണ് അവർ ഈ തരത്തിൽ അങ്ങോട്ടൊരു ചായ്വ് കാണിച്ചിട്ടുള്ളത്. അല്ലാതെ ഉപദേശ വിഷയങ്ങളല്ല എന്നുള്ളതാണ്. കാരണം ഉപദേശ വിഷയം എന്ന് പറയുമ്പോൾ എന്താണ്? യഥാർത്ഥത്തിൽ അപ്പോസ്തോലിക ഉപദേശം എന്ന് ഒരു വ്യക്തി പറയുമ്പോൾ അപ്പോസ്തലന്മാരോ യേശുക്രിസ്തുവോ അപ്പോസ്തലന്മാരോ ഒരിക്കലും പഠിപ്പിക്കാത്ത വിഗ്രഹാരാധന, പൗരോഹിത്യം, മറിയെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും മറിയാരാധനയും ശിശുസ്നാനവും അങ്ങനെ നൂറുകണക്കിന് വിശ്വാസങ്ങൾ നമ്മുടെ മുമ്പിൽ എപ്പിസ്കോപ്പൽ സഭ വെക്കുകയാണ്. ഇതൊന്നും തന്നെയും തിരുവെഴുത്തുമായിട്ട് ചേർന്ന് പോകുന്നതല്ല എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ എന്ത് ഉപദേശത്തിൻ്റെ വിഷയമാണ്? യേശുക്രിസ്തു സ്ഥാപിച്ച സഭയിലേക്ക് തിരിച്ചു പോകണം, യഥാർത്ഥ അപ്പോസ്തോലിക സഭയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് കൈകൊട്ടി ഇങ്ങനെ ആളുകളെ വിളിക്കുമ്പോഴും തിരിച്ചു പോകേണ്ടത് എങ്ങോട്ടാണ്? യേശുക്രിസ്തു സ്ഥാപിച്ചത് കത്തോലിക്ക സഭയാണോ? കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിലുള്ള പലതരത്തിലുള്ള ഡിവിഷൻസ് ഉണ്ട്. ആ ഡിവിഷനുകളാണോ യേശു സ്ഥാപിച്ചത്? അതോ യാക്കോബ സഭയാണോ? ഓർത്തഡോക്സ് സഭയാണോ? മറ്റേതെങ്കിലും പൗരോഹിത്യം അവകാശപ്പെടുന്ന സഭകളാണോ? അവർക്കും പോലും ഒരു തീരുമാനത്തിൽ എത്തുവാൻ കഴിയാതെ തമ്മിൽ ഞങ്ങളാണ് ശരിയെന്ന് പറഞ്ഞ് ഇപ്പോഴും തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം പറയുന്ന ഒരു തരത്തിലാണ്. ഉപദേശ വിഷയത്തോടുള്ള ബന്ധത്തിലല്ല ഈ പറഞ്ഞ ആളുകൾ പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തരത്തിലുള്ള പല വിഷയങ്ങളും നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ പെന്തക്കോസ് സമൂഹത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് വരണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഉപദേശ വിഷയത്തോടുള്ള ബന്ധത്തിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഉപദേശപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. മറ്റേതെങ്കിലും വിഷയത്തിൽ പോയി പിന്നീട് പെന്തക്കോസ്തുകാരുള്ള വെറുപ്പും വിദ്വേഷവും ആ തരത്തിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് പ്രതികരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് മക്കളുടെ ഒരു ആഡംബര ജീവിതമായിരിക്കാം, മക്കൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിതശൈലി സ്വീകരിച്ചവരായിരിക്കാം, മറ്റൊരു വിവാഹത്തിലേക്ക് മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സമുദായ സഭയിൽപ്പെട്ട വ്യക്തിയെ സ്നേഹിക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ കയറി വരുമ്പോൾ
മാതാപിതാക്കൾ നിർബന്ധിക്കപ്പെടുകയും പതുക്കെ മക്കളോടുള്ള ബന്ധത്തിൽ സഭാ കൂട്ടായ്മ വിട്ടുപോകുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എത്രയോ പേര് ആ തരത്തിൽ പോകുന്നവരുണ്ട്. അപ്പോൾ ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങളെ പിൻകാലത്ത് അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി, അതിനെ ഒന്ന് വെള്ളപൂശാൻ വേണ്ടി പലരും കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. പെന്തക്കോസ്തുകാർ യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല, പെന്തക്കോസ്ത് ഉപദേശം അപ്പോസ്തോലികമല്ല എന്ന തരത്തിലുള്ള ഉപദേശത്തിൻ്റെ മറ കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്നാൽ ഇതിൻ്റെ അകത്ത് പെന്തക്കോസ്തുകാരോടുള്ള ബന്ധത്തിൽ ഒരു ചില കാര്യങ്ങൾ പറയട്ടെ. ഒന്നാമതായിട്ട്, യഥാർത്ഥത്തിൽ സഭയ്ക്കുള്ളിൽ ഈ തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളത് സഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി മാറണം. എല്ലാ വിഷയങ്ങളും പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല, എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ, കർത്താവിൻ്റെ സ്നേഹത്താൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് ഉണ്ടാകണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ ഒരു പരീക്ഷൻ്റെ മനോഭാവത്തോടെ, അല്ലെങ്കിൽ ഒരു എല്ലാത്തിനെയും കുറ്റം പറയുക, എല്ലാത്തിനും വിമർശിക്കുക എന്നുള്ള തരത്തിൽ നിന്ന് മാറി ഒരു സഭ, ഒരു പ്രാദേശിക സഭയിലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലതൊക്കെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാണുവാനും വളരെ ക്ഷമയോടൊക്കെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും സഭ പഠിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഈ കുറ്റപ്പെടുത്തലും വിമർശനങ്ങളും കളിയാക്കലും ഒക്കെ ഒഴിവാക്കുവാനും അതിന് പകരം സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും പറ്റുന്ന ഒരു മനസ്സുണ്ടാകുകയും പല വ്യക്തികൾക്കും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അവരെ സഹായിക്കുന്ന വിഷയമായിരിക്കും. മൂന്നാമത്തെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ സഭയുടെ ഒരു നല്ലൊരു ലക്ഷണം അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാവുന്നതാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥിച്ച് പോകുന്നു എന്ന് പറയുന്ന ഒരു വാക്യം. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ തിരുവെഴുത്ത് പഠിപ്പിക്കുക എന്നുള്ളത് സഭയുടെ വലിയൊരു ദൗത്യമായി മാറണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ യേശുക്രിസ്തുവായിട്ടൊരു വ്യക്തിപരമായ ഒരു ബന്ധമുള്ള ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ കൂടെ മറിയയും, യേശുവിൻ്റെ കൂടെ പരിമല തിരുമേനിയും, യേശുവിൻ്റെ കൂടെ മറ്റു പലതിനെയും ചേർത്ത് ആരാധിക്കുവാനും പൂജിക്കുവാനും ആദരിക്കുവാനും പ്രാർത്ഥനയും മധ്യസ്ഥ തേടുവാനും പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ യേശുവായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത്തത്, ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ വിശ്വാസികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ശിശുസ്നാനം, വിഗ്രഹാരാധന, മാതാവിനോടുള്ള പ്രാർത്ഥന, മധ്യസ്ഥത, അങ്ങനെ നൂറുകണക്കിന് വ്യാജ ഉപദേശങ്ങളിലേക്ക് നെഞ്ചും വിരിച്ചു പോയി നിൽക്കാൻ ഒരിക്കലും ഒരു വിശ്വാസി കഴിയത്തില്ല. ഉപദേശ വിഷയങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെയാണ് പലരും തെറ്റിപ്പോകുന്നത്. ആ തെറ്റിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? അറിവില്ലായ്മ തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കൂട്ടായ്മയും അപ്പോസ്തലന്മാരുടെ ഉപദേശവും പഠിപ്പിച്ച് പ്രാർത്ഥനയോടെ പരസ്പരം സ്നേഹത്തിലും ബന്ധത്തിലും നിലനിൽക്കുന്ന ഒരു സഭയിൽ ഈ തരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളും മുറിവുകളും ഒക്കെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊരു എലിപ്പത്തായമല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പോകാം. പക്ഷേ നിങ്ങൾ പോകുമ്പോൾ തിരഞ്ഞെടുക്കുന്നത്, നിങ്ങൾ ഭാഗമായിരിക്കുന്നത് ദൈവവചനവുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. യേശുക്രിസ്തുവിനേക്കാളും യേശുവിനെ പഠിപ്പീരിനേക്കാളും അവരവരുടേതായ സംഘടന നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഉപദേശങ്ങളുടെ പുറകിൽ പോകുമ്പോൾ അത് ദൈവവചനത്തിൽ നിരക്കുന്നതാണോ എന്ന് പരിശോധിക്കുവാൻ കൂടി ദൈവം സഹായിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.